ഞാൻ നിങ്ങളെ നേരിട്ടൊന്ന് കാണാനിരിക്കായിരുന്നു. എന്തിന്? വേലി മാറ്റിക്കെട്ടാനോ? വേലി പരമേശ്വരൻ കെട്ടിയതാണെങ്കിൽ അത് അവിടെ തന്നെ ഉണ്ടാവും. നിങ്ങൾ എന്തിനാ സാറിനെ തടഞ്ഞു നിർത്തുന്നേ? നിന്റെ സാറെന്താടാ മഹാരാജാവോ? പരമേശ്വരൻ കെട്ടിയ വേലി പൊളിച്ചിട്ട് നീയൊക്കെ അവിടെ എന്തെങ്കിലും കെട്ടിപ്പൊക്കോ? മിസ്റ്റർ പരമേശ്വരൻ, അടുത്തടുത്ത് കിടക്കുന്ന പ്രോപ്പർട്ടികളാണ് നമ്മളുടെ രണ്ടുപേരുടെ. നമുക്ക് രണ്ടുപേർക്കും അതിന് ആധാരമുണ്ട്. അപ്പൊ പിന്നെ നിയമപരമായിട്ട് അതെന്താണെന്ന് നോക്കിയാ പോരെ? അയ്യോ, പരമേശ്വര സാറിന് നിയമം പഠിപ്പിക്കാൻ നീ ആയോടാ കുഞ്ഞെ? നിനക്കേ പരമേശ്വര സാറിനെ ശരിക്കും അറിയില്ല. ഇപ്പൊ വേലി നിന്റെ പ്രോപ്പർട്ടിയിൽ കെട്ടിയിട്ടല്ലേ ഉള്ളൂ. ഇനി നിനക്ക് അങ്ങനെ ഒരു പ്രോപ്പർട്ടി അവിടെ ഇല്ലെന്ന് പരമേശ്വര സാറ് പറഞ്ഞ പിന്നെ ഇല്ലാന്ന് തന്നെ അർത്ഥം. എന്താ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ എന്തിനാ നിന്നെ കാണാൻ വന്നതെന്നറിയോ? ചിലപ്പോ നീ 4 പണിക്കാരെയും കൊണ്ടുവന്ന് പകലോ രാത്രിയോ ആ വേലി പൊളിക്കാനുള്ള ശ്രമം നടത്തും. അങ്ങനെ സംഭവിച്ച അതേ രാത്രി പരമേശ്വരൻ നിന്റെ വീടിനകത്ത് കയറി സകലതിനെ വെട്ടി നുറുക്കും. അത്തരം ഭീഷണികളൊന്നും വേണ്ട സാർ. ഞാൻ ഈ ബിസിനസ് ചെയ്യാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി. പ്രതികരിക്കേണ്ട രീതി എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നീ ആരാണോ ഇതൊക്കെ പറയാൻ? ഇതെനിക്ക് അഭ്യാസം അറിയാഞ്ഞിട്ടല്ല, എന്റെ കൾച്ചർ അനുസരിച്ച് വേണ്ടാന്ന് വെച്ചിട്ടാ. തന്റെ പ്രോപ്പർട്ടി കയ്യേറി എന്റെ കുടുംബത്തിരിക്കുന്നവരെ പറഞ്ഞു. ഇനി ഒരു വാക്ക് താൻ മിണ്ടിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇട്ട് ഞാൻ വീണ്ടും തന്നെ അടിക്കും. ഈ കള്ളും കുടിച്ച് കൂട്ടുകാരുമായി ഇറങ്ങിയിട്ട് ഭീഷണിപ്പെടുത്തുന്ന പഴയ ജന്മിമാരുടെ ഏർപ്പാടുണ്ടല്ലോ, അതങ്ങ് മടക്കി പോക്കറ്റ് വെച്ചാൽ മതി. ഇത് നവീന, കളരിക്കൽ നവീൻ ഗോപാൽ വർമ്മ. നവീൻ, എന്താ? സാധാരണ ഈ വീട് മുഴുവൻ നോക്കിക്കാണുന്ന ഇടപാട് സ്ത്രീകൾക്കുള്ളതാ. ഇവിടുത്തെ കിച്ചണിനെ കുറിച്ച് അമ്മ പറഞ്ഞായിരുന്നു. ഞാനത് കാര്യമാക്കിയിട്ടുണ്ടായിരുന്നില്ല. അത് ശരി, താൻ ഇവിടെ ഒന്ന് നിൽക്കണോ? വാടോ ഇങ്ങോട്ട്. ഇങ്ങോട്ട് വാടോ. അയ്യോ, ആഹാ, ഗാഥമടത്തെ ഇടയ്ക്കിടയ്ക്ക് ഈ വേഷത്തിൽ കാണാറുണ്ടല്ലോ. ഈ വേഷം അത്രയ്ക്ക് ഇഷ്ടാ? എടോ, തന്റെ ഈ വേഷം കൊള്ളാട്ടോ. ഈ വേഷത്തിൽ തന്നെ കാണുമ്പോ സിത്താര മേഡത്തിന്റെ മകളാണെന്ന് പറയേയില്ല. ഏതോ ഗ്രാമത്തിൽ ഒതുങ്ങിക്കൂടി കഴിയുന്ന ഒരു പാവം പെൺകുട്ടിയെ പോലെ. യെസ് യെസ്, ഇതുപോലെ ചിലപ്പോഴൊക്കെ ഗാഥ ഡ്രസ് ചെയ്യാറുണ്ട്. എനിവേ, ഇറ്റ്സ് നൈസ്. എടോ, തന്നെ കാണാൻ ഞാൻ എത്രയും ദൂരം വന്നേ. മോളിലേക്ക് പോ, പറയുന്ന കേക്ക്. മാറി സിംചിജി, കഥയുടെ മുകളിലേക്ക് ചെല്ല്.
എന്തീ കാണിച്ചേ? എന്തിനാ അവളെ നവീന്റെ കൂടെ പുറത്തു വിട്ടത്? ഞാൻ എന്ത് ചെയ്യാനാ മോളെ? നവീൻ സംസാരിച്ചത് നീയും കേട്ടതല്ലേ? പറ്റില്ല എന്നങ്ങടെ തീർത്ത് പറയണായിരുന്നു. മമ്മിക്ക് എന്താ അതിനുള്ള വോയിസ് അല്ലേ? ഗാഥ, പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദ സിറ്റുവേഷൻ. അവളിപ്പോ ഗാഥയായിട്ടാണ് അഭിനയിക്കുന്നത്. വിവാഹം കഴിക്കാൻ പോകുന്ന ഒരു പുരുഷൻ പെൺകുട്ടിയെ പുറത്തു കൊണ്ടുപോകണമെന്ന് പറഞ്ഞാ പിന്നെ എനിക്കത് തടയാൻ പറ്റുമോ? പ്ലീസ് സ്റ്റോപ്പ് ദിസ്. എന്റെ കൺമുന്നിലാ ഇതൊക്കെ സംഭവിക്കുന്നത്. എന്റെ നവീനൊപ്പ അവളെ കാറിൽ യാത്ര ചെയ്യുന്നത്. മമ്മി പറയുന്ന ഈ നിയന്ത്രണങ്ങൾ മുഴുവൻ അവൾ പാലിക്കണമെന്ന് നിർബന്ധമുണ്ടോ? നവീനോട് അവൾ എങ്ങനെ പെരുമാറുമെന്ന് മമ്മിക്ക് വല്ല നിശ്ചയമുണ്ടോ? മോളെ, മാണിക്കുഞ്ഞ് കൂടെയില്ലേ? മാണിക്കുഞ്ഞോ? അയാളെക്കാൾ അപകടകാരി ഈ ലോകത്ത് വേറെയില്ല. അയാൾ എല്ലാത്തിനും കൂട്ടി നിൽക്കുകയുള്ളൂ. എനിക്ക് അയാളെ വിശ്വാസമില്ല. ഗാഥ മാഡം, വെറുതെ മമ്മിയോട് ദേഷ്യപ്പെടണ്ട. മാമിന്റെ നിസ്സഹായ അവസ്ഥ. നിങ്ങളോട് ഞാൻ അഭിപ്രായം ചോദിച്ചില്ല. മമ്മി, ഞാൻ അവരുടെ പിറകെ പോവാ. അവര് തമ്മിൽ എന്താ സംസാരിക്കുന്നതെന്നും അവിടെ എന്താ നടക്കുന്നതെന്നും എനിക്കറിയണം. ഗാഥ, വെറുതെ നീ പ്രോബ്ലംസ് ഉണ്ടാക്കാനായിട്ട് നോക്കരുത്. മമ്മി എന്നെ പോവാൻ അനുവദിച്ചില്ലെങ്കിൽ ഞാൻ പ്രശ്നം ഉണ്ടാക്കും. എനിക്ക് ഈ നാടകം മടുത്തു. ലോകത്ത് ഏതെങ്കിലും ഒരു പെണ്ണിന് സ്വന്തം പുരുഷനെ മറ്റൊരു പെണ്ണ് ഷെയർ ചെയ്യുന്നത് സഹിക്കാൻ പറ്റുമോ? മമ്മിയുടെ ജീവിതത്തില് മമ്മി സഹിച്ചിട്ടുണ്ടോ? എനിക്ക് പോണം. സിനി, മോളുടെ കൂടെ ചെല്ല്. ഞാൻ തനിച്ചു പോയിക്കോളാം. പോകുന്നെങ്കിൽ സിനിയുടെ കൂടെ, അല്ലാതെയുള്ള നിർബന്ധങ്ങളൊന്നും വേണ്ട. സിനി, ഒരു കാരണവശാലും ഗാഥയെ നവീൻ കാണരുത്. നിന്നെ വിശ്വസിച്ച് ഞാൻ പറഞ്ഞയക്കുന്നത്. മനസ്സിലായോ? ശരി മാം.